അപ്പോൾ ഈ ചിന്തയിൽ നിന്ന് തടയുന്ന, ഈ ആശയം ഗ്രഹിക്കുന്നതിൽ നിന്ന് തടയുന്ന ചില അപകടങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറയുന്നത്, ഈ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ വാക്കുകളുടെ ഉച്ചാരണം, അതിൻ്റെ മഹ്റജിൽ മാത്രം ശ്രദ്ധിക്കുക. ചിലരുണ്ടാവുമല്ലോ, അത് ആ ഒരു ഒരു മഹ്റജ് കുറഞ്ഞു പോയോ അല്ലെങ്കിൽ തെറ്റിപ്പോയോ അതിൽ മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ആശയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ പോകും. വാക്കുകളിൽ മാത്രം ശ്രദ്ധ പതിഞ്ഞു പോകും. അതൊരു പ്രശ്നമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അന്ധമായ തക്ലീദിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ചില ആളുകളുടെ മനസ്സിൽ ചില അഭിപ്രായങ്ങൾ അങ്ങ് രൂഢമൂലമായി പോയിട്ടുണ്ടാവും. അതുമാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. അദ്ദേഹം ഇങ്ങനെ ഖുർആൻ വായിക്കുമ്പോൾ അതിന് വിരുദ്ധമായ അല്ലെങ്കിൽ അതല്ലാത്ത വല്ല ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അസ്വസ്ഥപ്പെടും. കാരണം അതല്ലല്ലോ, അത് ശരിയല്ലല്ലോ എന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ തുറന്ന മനസ്സോടുകൂടി ഇങ്ങനെ വായിക്കാൻ, അതിലെ ആശയങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാനൊക്കെ കഴിയണം. അന്ധമായ തക്ലീദ് ഉണ്ടെങ്കിൽ ഈ ആശയഗ്രഹണത്തിന് അത് തടസ്സമാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൂന്നാമത് അദ്ദേഹം പറയുന്നത്, മനസ്സിൽ ദേഹേച്ഛകൾ അടിഞ്ഞുകൂടുമ്പോൾ, തെറ്റായ കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖുർആനിൻ്റെ ആശയങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കയറൂല എന്നാണ്. കാരണം അത് അള്ളാൻ്റെ ഒരു പ്രകാശമാണല്ലോ, വെളിച്ചമാണല്ലോ. ആ വെളിച്ചം നമ്മളുടെ കിട്ടണമെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കണം. ഭൗതികമായ താല്പര്യങ്ങളിൽ, ഭൗതികമായ അലങ്കാരങ്ങളിൽ, ദേഹേച്ഛകളിൽ ഒക്കെ കുടുങ്ങിക്കൊടുക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഈ ദൈവികമായ ആശയങ്ങളൊന്നും കയറിപ്പോകൂല. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ആശയഗ്രഹണത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്.